ഹലോ, നമസ്കാരം. നമുക്കിന്ന് മാഗി നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ ഈ മാഗി ഒരു സംഭവം തന്നെയാണ് അല്ലേ? എത്ര വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇടയ്ക്ക് ഒന്ന് ഡൗണായി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു 14-15 വയസ്സുള്ള സമയത്താണ് മാഗിയുടെ പാക്കറ്റിൻ്റെ ഉള്ളിൽ പുഴുവോ എന്തോ കണ്ടു എന്നും പറഞ്ഞ് അതിൽ അൺഹെൽത്തി ആണെന്നും പറഞ്ഞ് മാഗിയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് എല്ലാ ടി വി വെച്ചാൽ മുഴുവനും എല്ലാ ചാനലിലും ഈ മാഗിയുടെ ഇത് തന്നെയായിരുന്നു ന്യൂസ്. അതൊക്കെ ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാളത്തേക്ക് മാഗി നിർത്തലാക്കി. പിന്നെ വീണ്ടും ആ ഒരു കമ്പനി അതിശക്തമായിട്ട് തിരിച്ചു വന്നു. എന്താല്ലേ, എന്തൊരു ബ്രാൻഡാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം മാഗി ഒരു നൂഡിൽസാണെന്ന് തന്നെ മനസ്സിലായത് കുറച്ചും കൂടി അറിവും ബോധമൊക്കെ വെച്ച് വന്നപ്പോഴാണ്. അതുവരെ മാഗി 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 എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു സാധാരണക്കാരെ നൂഡിൽസ് തീറ്റിപ്പിച്ച ഒരു വലിയ ബ്രാൻഡാണ് നമ്മുടെ മാഗി. ഞാനിവിടെ മാഗി ഉണ്ടാക്കാൻ വേണ്ടി ഹാഫ് കുക്കിംഗ് ചെയ്ത കോളിഫ്ലവർ, സവാള, ബീൻസ്, ക്യാരറ്റ്, ഒരു ചെറിയ പച്ചമുളക്, ഇതൊക്കെയാണ് ഗ്രീൻ പീസ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, തക്കാളി എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഓപ്ഷൻസാണ്. ഞാനിവിടെ ഇതെല്ലാം ആണ് എടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അടി കട്ടിയുള്ളൊരു ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ സോസ് പാനോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് എല്ലാ പച്ചക്കറിയും നമുക്ക് ഒന്നിച്ചിടാവുന്നതാണ്. ഞാനിവിടെ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറിയും ഏകദേശം ഒരേ സൈസിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വേവ്, അങ്ങനെ കുറവ് വേവ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നത് കോളിഫ്ലവറാണ്. അതാണെങ്കിൽ ഞാൻ ഹാഫ് കുക്കിഡാണ്. പോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഏകദേശം ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും ഇട്ട് അതിലേക്ക് ഞാനിവിടെ മാഗിയുടെ മസാല തന്നെയാണ് ഇടുന്നത്. മാഗി മസാല എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഗി മസാല തന്നെയാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുരുമുളക് ഉള്ളത് കൊണ്ട് കുരുമുളക് ഞാൻ തന്നെ ഇടിച്ച് ജസ്റ്റ് ചതച്ചെടുത്തക്കണ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയിട്ട ഒരു സുഖമില്ല. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് തന്നെ പൊടിക്കാനുണ്ടെങ്കിൽ ആ കുരുമുളക് ഇടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ 2 ഗ്ലാസ് വെള്ളം ആണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വലിയ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഏകദേശം മാഗി ഒന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ വെള്ളം ഒത്തിരി കുറഞ്ഞും പോകരുത്. വെള്ളം ഒത്തിരി കുറഞ്ഞു പോയാൽ മാഗി കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചട്ടിയിൽ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മാഗി അങ്ങോട്ട് ഒത്തിരി വെന്ത് പച്ചക്കറിയെല്ലാം വെന്ത് അങ്ങോട്ട് പോകാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. കുഴഞ്ഞ് കെട്ടും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ഞാനിവിടെ മൂടി വെച്ചാണ് വേവിക്കുന്നത്. നമ്മുടെ 2 മിനിറ്റ് കൊണ്ടുള്ള മാഗി റെഡിയാണ്. ഞാനിവിടെ പക്ഷേ 5 മിനിറ്റ് എടുത്തു കേട്ടോ.